ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ഹോം ടൂറായിട്ടാണ്. നമ്മളിപ്പം പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് കുറച്ച് നാളായി. പക്ഷെ എനിക്ക് ഹോം ടൂർ എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെ ഒരു ഹോം ടൂർ കാണിച്ചു തരാമെന്ന്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീട്ടിലേക്ക് കയറുന്ന വഴി ഇവിടെയൊക്കെ നിറച്ച് വീടുകളുണ്ട്. അവിടെ നേരെ കണ്ടൊരു സ്കൂളാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗേറ്റ്. സോ നമ്മൾ ഗേറ്റൊക്കെ തള്ളി തുറന്നകത്തേക്ക് കയറുമ്പോൾ ഇത് നമ്മുടെ സൈഡിലേക്കുള്ള വഴിയാണ്. നമ്മുടെ റോക്കി ബായ് ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ തന്നെ. റോക്കിച്ച ഡാ, ഇത് നമ്മൾ റോക്കി ബായ്. സോ നേരെ ഇവിടെ റോക്കി എവിടെ പോടാ, പിടിച്ചുപോയി. സോ നമ്മൾ നേരെ പോകുമ്പോൾ ഇത് ആദ്യം പുറത്തെ കാഴ്ചകളെ കാണിച്ചു കേട്ടോ. ഇങ്ങനെ പോയി. ഇത് നമ്മുടെ പട്ടിക്കൂടാണ്. ഇതിൻ്റെ അകത്ത് ഇതാണ് ബ്രൂണി. ഇത് ബ്രൂണി പെണ്ണാണ്. വേറെ രണ്ടുകൂടി ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ വണ്ടിയൊക്കെ വയ്ക്കുന്ന സ്ഥലം ഞങ്ങളുടെ ഐറനെ കാണിച്ചു. ഇതിവിടുത്തെ പറമ്പ്. നമ്മളിവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇഞ്ചിയുണ്ട്, പിന്നെ കപ്പയുണ്ട്, അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ ഇത് ബാക്ക് സൈഡാണ്. നമ്മുടെ ഐറ ഇരിക്കുന്നു. ഐറുവിൻ്റെ കുഞ്ഞൊക്കെ ഉണ്ട് ഇവിടെ. ചെറുതവിടെ ബഹളം വയ്ക്കാൻ തുടങ്ങും ഇപ്പം തന്നെ. നമുക്ക് അകത്തേക്ക് പോകാം. പിന്നെ നമ്മൾ കയറി വന്ന വഴി ഇത് നമ്മുടെ ഫ്രണ്ട്, ഇത് പൊക്കത്ത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുവാണ്. അവിടെ നല്ലൊരു ചായ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കിടന്ന് ചായ കുടിക്കാം. മഴയുണ്ടെങ്കിൽ മഴയൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുവാണ്. ഇവിടെ ചെറിയൊരു റബ്ബറും തോട്ടമൊക്കെ ആട്ടോ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ. അപ്പം നമ്മളിങ്ങനെ കസേരയിൽ ചാരസിലേക്ക് ഇങ്ങനെ ചാരിയൊക്കെ ഇരുന്ന് നമുക്കിങ്ങനെ നേരെ നോക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നന്നായിട്ട് മരങ്ങളൊക്കെ ഇവിടെ എപ്പോഴും മിക്കവാറും തണലായിരിക്കും. ചൂടുണ്ടെങ്കിൽ അത്യാവശ്യം തണലായിരിക്കും. ഇത് ഫ്രണ്ടിലേക്കൊന്നും അങ്ങനെ വെയിൽ കയറി വരത്തില്ല. പുറത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് നല്ല കാറ്റാണേ. ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. നമ്മൾ കയറി വരുവാണ്. ഇത് ഹോളാണ്. ഇത് ഇവിടെ നമ്മൾ സെറ്റിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഷോക്കേസ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ TV സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ നിന്ന് TV കാണും. ഇവിടുന്ന് നേരെ സ്റ്റെയർ പൊക്കത്തേക്ക്. റോക്കി അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്ത് വന്നിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു കോമൺ ബാത്റൂമാണ്. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റത്തെ റൂം. ഇതാണ് നമ്മുടെ ഒരു റൂം. ഇവിടെ നമ്മൾ നേരെ പോയിട്ട് ഇവിടെ നമുക്ക് വേണേൽ ആൾക്കാരിക്കാം. പിന്നെ അവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ. പിന്നെ ഒരു റൂം വരുന്ന ഇവിടെയാണ്. ഇതാണ് നെക്സ്റ്റ് റൂം.
ഓക്കെ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്ന അടുക്കളയാണ്. ഇവിടെ നമ്മൾ ഇവിടെ നോക്കി നമ്മുടെ ഐറേനെ കാണാം. ഇത് ഐറൂമ് നോക്കിയിരിക്കുന്നുണ്ടോ? ഐറിൻ്റെ കുഞ്ഞൊക്കെ ഉണ്ട് ഇവിടെ. എന്നാടാ റോക്കി? അവനിപ്പോൾ ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിനവൻ പുറകെ ഓടി വരുന്നതാണ്. അവനറിയാം കറക്റ്റ് അവിടെ ഇരിക്കണേന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള തന്നെ. നമ്മുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാ നോക്കി? സോപ്പ് ഇടണം കേട്ടോ, അവന് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അവൻ്റെ ഫുഡ് ഇതേ ആ ഷെൽഫിൽ ഇരിപ്പുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ സോപ്പ് ഇടണതാണ്. എവിടെ റോക്കി ഫുഡ് ഉണ്ടോ? എവിടെ ഫുഡ് എവിടെയാ? അവനിപ്പോൾ ഇതെടുത്ത് കൊടുക്കണം. ഇച്ചിരി കൊടുക്കട്ടെ. ഓക്കിച്ചാ തരാം. അതിൻ്റെ ഫുഡ് കൊടുക്കാനായിട്ടാണ് ഈ കിടന്ന് ഒച്ച വയ്ക്കുന്നത്. അത് കിട്ടിയ അവൻ സന്തോഷമായി. ഇവിടെ നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്യാസ്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയയാണ്. അവിടെ എല്ലാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ. ചെയർ കയറി പൊക്കത്തേക്ക് പോവാം. നമ്മൾ നേരെ പോയി താഴ്ത്തുനിന്ന് വന്നത് പൊക്കത്ത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ടേബിളും കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നേരെ പോകുമ്പോൾ ഇവിടെയാണ് നമ്മുടെ റൂം. ഇതൊരു ഹോൾ പോലെ ഒരു ഇതാട്ടോ. ഇവിടെ ഒരു റൂം വരുന്നു. പിന്നെ ഇവിടെ നെക്സ്റ്റ് റൂം. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം. നമ്മളിവിടെയാണ്. ഇവിടെ നിന്ന് ജനലുണ്ട്. ജനൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വീടുകളൊക്കെ കാണാം. ഇവിടെയുണ്ട്. സോ നെക്സ്റ്റ് നേരെ അടുത്ത റൂമാട്ടോ. സോറി, ലൈറ്റ് എടുത്തെന്ന് പറഞ്ഞു. നമ്മൾ ലൈറ്റ് വൈദ്യുതി അമൂല്യമാണ്. അപ്പം പാഴാക്കരുത്. ലൈറ്റ് എടുത്തിട്ട് വേണം പുറത്തിറങ്ങാൻ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് റൂമിലേക്ക് പോവാണ്. ഇവിടെ ചെറുതായിട്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റൂമാണ്. അതായത് ഇടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇടയ്ക്ക് ഒതുക്കി വെച്ചാണ്. പിന്നെ എൻ്റെ അലമാരയാണ് രണ്ടും, എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇത് നമ്മുടെ ബാക്ക് സൈഡാട്ടോ. ഇവിടെ ജസ്റ്റ് തുണിയൊക്കെ വിരിക്കാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചൊരു ഏരിയയുണ്ട്. ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് അപ്പുറത്തെ വീടും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ജസ്റ്റ് തുണിയും കാര്യങ്ങളൊക്കെ മഴയൊക്കെ ആയത് കാരണം ഇത് നമ്മുടെ അപ്പുറത്തെ വീടൊക്കെ ആട്ടോ. നമ്മൾ ഇച്ചിരി മുമ്പേ കയറി വരുമ്പോൾ കാണിച്ച പറമ്പാണ്. ഇപ്പുറയൊക്കെ നിറച്ച് വീടുകളാണ്. സോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. ദാറ്റ്സ് അവർ ബാൽക്കണി. അയ്യോ സോറി, ഇവിടെ ലൈറ്റ് എടുത്താൽ മറന്നു. ഞാൻ ലൈറ്റ് എടുത്തട്ടെ. ഓക്കെ, ഇവിടെ ബാൽക്കണിയാണ്. നമ്മൾ ചെറിയൊരു ബീം ബാഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തേ ഈ സാധനമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ കാണാം. ഞാൻ പറയാം, താഴെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട റബ്ബറും തോട്ടമാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി നല്ല വ്യൂവും നല്ല കാറ്റുമൊക്കെ കിട്ടും. പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളാണ്. സോ ഇങ്ങനെ നാടാൻ നല്ല രസമാണ്. ഇവിടുന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ. നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നല്ല കാറ്റ് നല്ല മുടി കാണുന്നുണ്ടോ. അപ്പം എനിക്കിവിടെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. നമുക്ക് എന്തെങ്കിലും വായിക്കാൻ അല്ലെങ്കിൽ ചായ കുടിക്കാൻ
ചുമ്മാ വന്ന് ഫോൺ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോം ടൂർ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ.